കോട്ടയം YMCA നടക്കുന്ന കർക്കിടക ഫെസ്റ്റിൽ തിരക്കായിരുന്നു. ഈ മാസം 11 വരെയാണ് മേള. ദേശീയ പരിസ്ഥിതി കോൺഗ്രസ്, യുവകർഷക ഫോറം, കോട്ടയം YMCA, ന്യൂ കേരള പട്ട് സെൻറ്റർ എന്നിവയുടെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച മുതൽ ഫെസ്റ്റ് ആരംഭിച്ചത്. ചെടികൾ, വൃക്ഷത്തൈകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ആഭരണങ്ങൾ, മാമ്പഴം, പൈനാപ്പിൾ ഫെസ്റ്റ്, കുത്താപ്പള്ളി വസ്ത്രശാല തുടങ്ങിയവയെല്ലാം ഫെസ്റ്റിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം YMCA ഹാളിൽ നടക്കുന്ന കർക്കിടക കാർഷിക വിപണനമേളയിൽ വൻ ജനത്തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഒരുപാട് പ്രോഡക്റ്റുകൾ, നല്ല നല്ല ചെടികളും വൃക്ഷത്തൈകളും ഒരുപാട് വെറൈറ്റി പ്രോഡക്റ്റുകളൊക്കെ മിതമായ വിലയിലാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. കുത്താമ്പള്ളി കൈത്തറി, കോട്ടൺ ഡ്രസ്സുകൾ, ഫ്രൂട്ട്സുകൾ, മാമ്പഴം, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. എല്ലാവരെയും മേളയിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ചെരുപ്പുകൾ, തുണിത്തരങ്ങൾ, ഒറ്റമൂലി മരുന്നുകൾ തുടങ്ങിയവയും പ്രദർശനത്തിനും വിപണനത്തിനുമായി എത്തിച്ചിട്ടുണ്ട്. മികച്ച പ്രതികരണമാണ് മേളയ്ക്ക് ലഭിക്കുന്നതെന്ന് സംഘാടകനായ G. സജീവ് പറഞ്ഞു. ഇത് മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഉദ്ഘാടനം ചെയ്യുകയും കാരാപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് CN സത്യനേശൻ സാന്നിധ്യം അറിയിക്കുകയും അതുപോലെ തന്നെ ശ്രീ മുനിസിപ്പൽ കൗൺസിലറായ ശ്രീ അഡ്വക്കേറ്റ് ടോം കോര അഞ്ചേരിൽ YMCAയുടെ മെമ്പർ കൂടിയായ അദ്ദേഹവും ഇതിന് സാന്നിധ്യം വഹിക്കുകയും അതുപോലെ തന്നെ NN വിനോദ്, കോട്ടയം നഗരസഭാ കൗൺസിലർ, അദ്ദേഹവും ഈ നമ്മുടെ ഈ YMCA നടത്തുന്ന ഇതിനെ സാന്നിധ്യം അറിയിക്കുകയും അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ആർപ്പക്കര ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ അന്നമ്മ മാണി അവർകൾ നമുക്ക് സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ നമ്മുടെ സംസ്ഥാന കാർഷിക കോൺഗ്രസിൻ്റെ ഒരു സെക്രട്ടറി കൂടിയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും നമ്മളുടെ ഈ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാവരും ഇതിനോട് സഹകരിക്കുകയും ഈ കർഷക ഫെസ്റ്റ് നല്ല രീതിയിൽ പൊതുജനങ്ങളുടെ ഇടയിൽ അഭിപ്രായം അറിയിക്കുകയും കൂടെ ചെയ്തിട്ടുള്ളതാണ്. മേളയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ സെമിനാറും സംഘടിപ്പിക്കും. വരും വർഷങ്ങളിലും മേള സംഘടിപ്പിക്കാനാണ് ശ്രമമെന്ന് കൺവീനർ അന്നമ്മ മാണി പറഞ്ഞു. എല്ലാ വർഷവും കർക്കിടക മാസം 1-ാം തീയതി തന്നെ എല്ലാ വർഷവും തുടങ്ങാനാണ് നമ്മുടെ തീരുമാനം. അടുത്ത എല്ലാ വർഷങ്ങളിലും